ആ പാറ്റേണിലൂടെ തന്നെയാണ് നന്ദിതയും ആര്യയും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 650 മാർക്ക് മേടിച്ച കുട്ടികളും 600 മാർക്ക് മേടിച്ച കുട്ടികളും ഒക്കെ പോയിരിക്കുന്ന ഈ രീതിയിൽ തന്നെയാണ്. അത്രത്തോളം സാധ്യതകളാണ് ഇന്ന് നമുക്ക് ഈ സമൂഹത്തിലുള്ളത്, കോഴ്സുകൾക്കും കോളേജുകൾക്കും ഒക്കെ അപ്പുറം. അതുകൊണ്ട് രക്ഷകർത്താക്കളും അവരുടെ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് കുട്ടികൾ ഇങ്ങനെയൊരു ടെൻഡൻസി കാണിക്കുന്ന സമയമാണ്. 600-ന് മുകളിൽ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ പല പരീക്ഷയ്ക്കും 300 മാർക്ക് മേടിച്ചവരുണ്ട്, 400 മാർക്ക് മേടിച്ചവരുണ്ട്. അനാവശ്യമായി ഒരു വർഷം കുറേയധികം പൈസ, കുറേയധികം ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസം ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കൂടുതൽ പഠിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എല്ലാവർക്കും മനസ്സിലാവുക. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 79ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ ശിവൻ സാർ, നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം എക്സാമിന്റെ പടിവാതിക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, നീറ്റ് എൻട്രൻസ് എക്സാമിൽ അല്ലേ? അപ്പോൾ കഴിഞ്ഞ വാരങ്ങളിൽ നമ്മൾ പങ്കുവെച്ചത് നമ്മുടെ റിസർവേഷനെ കുറിച്ച്, കോളേജുകളെ കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ആഴ്ച പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും വളരെ കരുതലോടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? കാരണം നമ്മുടെ നീറ്റ് പോലൊരു എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 മാസങ്ങളിലേക്കാണ്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, കൃത്യം 3 മാസം ആണ് നമുക്ക് സമയമുള്ളത്. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം അതിൽ പല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട് അല്ലേ? നമുക്ക് വളരെ സീരിയസ് ആയിട്ട് നീറ്റിനെ വളരെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ആ രീതിയിൽ തന്നെ അവർ എന്താണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ പേരൻസ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതായിരിക്കാം നമുക്ക് ചർച്ച ചെയ്യുന്നത് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ ശിവൻ സാർ, തീർച്ചയായിട്ടും നമ്മുടെ ബ്രില്യൻറ്റിൽ ഒരുപാട് ഈ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന, നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ 2024 നീറ്റിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? മെയ് 5-ാം തീയതി, അതായത് നീറ്റ് 2024 സമീപിക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നവരും ഒരു പരിധിവരെ ഏറ്റവും എന്താ പറയുക അല്പം ടെൻഷനോടുകൂടി അല്ലേ അവരെടുത്തൊരു തീരുമാനം ശരിയാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പലപ്പോഴും +2-ന് ശേഷം ഒരു വർഷം ഒരു എൻട്രൻസിനായിട്ട് മാറ്റി വെക്കുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ അല്ലെ ആ വിദ്യാർത്ഥിനിയുടെ മനസ്സിലൊരു ആശങ്കയുണ്ട്. എനിക്ക് നീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ രക്ഷകർത്താക്കൾ എന്ത് പറയും, ഈ സമൂഹം എന്ത് പറയും, ഞാനിനി എന്തിലോട്ട് മാറും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം കഴിഞ്ഞ 2023 ജൂൺ അല്ലെ ജൂലൈ സമയത്ത് നമ്മുടെ +2-ന് ശേഷം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലോട്ടൊക്കെ ജോയിൻ ചെയ്യുമ്പം അവർക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കുക നമ്മൾ പറഞ്ഞു. അവർ അതനുസരിച്ച് ഒരു 6 മാസത്തോളം ഈ 83 ചാപ്റ്ററുകളും വളരെ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴായിരിക്കും ഇനി മെയ് 5-ാം തീയതി എന്തായിരിക്കും ഫലം, അതിനുശേഷം ഞാൻ എങ്ങനെയാണ് എല്ലാവരെയും ഫേസ് ചെയ്യുന്നതെന്നൊക്കെ അല്പം ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചോളം. അപ്പോൾ അതാണ് പേരൻസ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് മാർക്കിൻ്റെയും റാങ്കിൻ്റെയും കിട്ടാൻ പോകുന്ന അഡ്മിഷനൊക്കെ അപ്പുറത്ത് നമ്മുടെ പേരൻസിനെയും ഈ സമൂഹത്തിനെയും ഒക്കെ ഫേസ് ചെയ്യുന്ന എങ്ങനെയെന്നുള്ള ഒരു ആധി അവർക്ക് ഉണ്ടാകുന്ന സമയമാണിപ്പം. അത് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അവർക്കിനി വരാൻ പോകുന്ന പരീക്ഷകളെ ബാധിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ ഇത്രയും അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾക്കും അറിയാം മെയ് 5-ാം തീയതി നീറ്റ് എക്സാമിൻ്റെ ഫലം ഏതാണെങ്കിലും 720 ആണെങ്കിലും 600 ആണെങ്കിലും 500 ആണെങ്കിലും 300 ആണെങ്കിലും ആ വ്യക്തിക്ക് ഒരു വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിനോ ജീവിത ശൈലികൾക്കോ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഒരു UG പ്രോഗ്രാമിന്, അത് ആഗ്രഹിച്ച ഒരു UG പ്രോഗ്രാമിന് പ്രവേശനം കിട്ടുന്നു. അതിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ താല്പര്യത്തിനൊക്കെ അനുസരിച്ച് എടുക്കേണ്ട സ്ഥാപനങ്ങളുണ്ട്. ഇനി അതിനകത്ത് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിരവധി സ്ഥാപനങ്ങളും കോഴ്സുകളും ഇന്ന് അവൈലബിൾ ആണ്, പണ്ടത്തെ പോലെ അല്ല. 5 ലക്ഷത്തിൽ പരം വിവിധ ഡിഗ്രി സീറ്റുകളാണ് ഇന്ന് കുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ തന്നെ ഉള്ളത്, ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. ബാക്കി വേറെ കിടക്കുന്നു, പഴയ പോലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾക്കല്ലാതെ. അത്രത്തോളം സാധ്യതകളാണ് ഇന്ന് നമുക്ക് ഈ സമൂഹത്തിലുള്ളത്, കോഴ്സുകൾക്കും കോളേജുകൾക്കും ഒക്കെ അപ്പുറം. അതുകൊണ്ട് രക്ഷകർത്താക്കളും അവരുടെ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് കുട്ടികൾ ഇങ്ങനെയൊരു ടെൻഡൻസി കാണിക്കുന്ന സമയമാണ്, ഞാൻ നീറ്റിൽ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതുകൊണ്ട്. അപ്പം ആ രീതിയിൽ വേണം അവരെ കാണാനായിട്ട്. ഒരു കാരണവശാലും മെയ് 5-ന് നമുക്ക് ഒരു എന്താണ് നമുക്കിപ്പം ഗവൺമെൻറ് കോളേജുകളിലാണോ അഡ്മിഷൻ എടുക്കേണ്ടത്, സ്വകാര്യ മേഖലയിലാണോ അഡ്മിഷൻ, അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് ഇപ്പോൾ പോകരുത്. അവർ ഏറ്റവും നന്നായിട്ട് പരീക്ഷ, നമ്മൾ പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് അല്ലേ, നമ്മൾ പേരൻസ് കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്, നീ പഠിച്ചോ, നിനക്ക് എവിടെയാണെങ്കിലും നമുക്ക് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളതെന്ന് പറഞ്ഞാലും നമ്മൾ ആ പറയുമ്പോഴുള്ള നമ്മളുടെ ടോൺ, നമ്മളുടെ ആദി എന്ന് പറയുന്നത് ശരിക്കും അവർക്കത് മനസ്സിലാവും. അപ്പം
നമ്മൾ ആദ്യം സ്വയം വിശ്വസിക്കുക, രക്ഷകർത്താക്കൾ സ്വയം വിശ്വസിക്കുക, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ധാരാളം സാധ്യതകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പം ആ രീതിയിൽ വേണം അവരുമായിട്ട് നമ്മൾ ഇനി ഈ മോഡൽ എക്സാമുകളിലൊക്കെ ചർച്ച ചെയ്ത് മെയ് 5-ാം തീയതി എത്തിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളെ സംബന്ധിച്ചോളം നിങ്ങൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു കഴിഞ്ഞാലും, ഏത് മാർക്ക് റേഞ്ചിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് മോഡൽ എക്സാമുകൾ, അത് ഓഫ്ലൈനായിട്ട് പരീക്ഷ എഴുതുക, എത്രത്തോളം പരീക്ഷകൾ എഴുതുക. നമ്മൾ ചാപ്റ്റർ പഠിക്കുന്ന എല്ലാ പരീക്ഷകളിലൂടെ ഓഫ്ലൈൻ രീതിയിൽ പരീക്ഷ എഴുതി ചാപ്റ്ററുകൾ പഠിച്ച് NCERT ബയോളജിയുടെ ടെസ്റ്റുകൾ ദിവസവും 1-2 ചാപ്റ്ററുകൾ വായിച്ച് 1-2 ദിവസം ഒരു ഓഫ്ലൈനായിട്ട് പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമ്മുടെ കൃത്യമായ ഷെഡ്യൂളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് നമുക്ക് 1,00,000-ൽ പരം ചോദ്യങ്ങളും അവയുടെ കൃത്യമായ ഉത്തരങ്ങളും വീഡിയോ സൊല്യൂഷനുകളിലൂടെയുമാണ് നമ്മുടെ കുട്ടികൾ എക്സാമിലോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററുകളും 14-15 തവണയാണ് കുട്ടികൾക്ക് ഇനിയും റിവൈസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അതുകൊണ്ട് ആ പാറ്റേണിനെ ഒന്ന് മനസ്സിലാക്കുക. ആ പാറ്റേണിലൂടെ തന്നെയാണ് നന്ദിതയും ആര്യയും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 650 മാർക്ക് മേടിച്ച കുട്ടികളും 600 മാർക്ക് മേടിച്ച കുട്ടികളും ഒക്കെ പോയിരിക്കുന്ന ഈ രീതിയിൽ തന്നെയാണ്. 600-ന് മുകളിൽ 1748 കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈ ഒരു സ്റ്റേജിലൂടെ തന്നെ കടന്നു പോയവരാണ്. അല്ലാതെ അവരെല്ലാവരും തന്നെ ജനുവരി വരെയുള്ള എല്ലാ എക്സാമുകൾക്കും 600-ന് അപ്പുറത്ത് മാർക്ക് മേടിച്ചവരോ 650 മേടിച്ചവരോ 700 മേടിച്ചവരോ അല്ല. അവരെല്ലാം തന്നെ പല പരീക്ഷയ്ക്കും 300 മാർക്ക് മേടിച്ചവരുണ്ട്, 400 മാർക്ക് മേടിച്ചവരുണ്ട്. പക്ഷേ ഈ പാറ്റേണിനെ, ഈ ഷെഡ്യൂളിനെ, ഈ എക്സാമിൻ്റെ ഈ ഒരു സിസ്റ്റത്തിനെ അവർ വിശ്വസിച്ചു. കൃത്യമായിട്ട് അവർ ആ മോഡൽ ഷെഡ്യൂളിൽ ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, അതെങ്ങനെ റിവൈസ് ചെയ്യാം, അതിനകത്ത് NCERT എങ്ങനെ ഉപയോഗിക്കാം, പരീക്ഷകൾ എങ്ങനെ ഉപയോഗിക്കാം, തെറ്റിപ്പോയതിനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു ദിവസത്തെ എക്സാമിൻ്റെ സ്ട്രെസ് അല്ലെങ്കിൽ എക്സാമിൻ്റെ ആ എക്സാം ഹോളിലെ ആ ഒരു പ്രഷർ എനിക്ക് എങ്ങനെ നിയന്ത്രിക്കാം, എക്സാമിന് മുമ്പ് എനിക്ക് 1-1.5 മണിക്കൂറോളം എക്സാം ഹാളിൽ ഇരിക്കേണ്ടതായിട്ട് വരും, ഞാൻ ആ സമയത്തിനെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, ടൈം മാനേജ്മെൻറ്റ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോകളിലും ആവർത്തിക്കുന്നത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്ന സ്വഭാവം. അപ്പം ഇനി വരുന്ന 3 മാസക്കാലം ഏറ്റവും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് പകരം ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെ ഞാൻ പോകാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പം ചോയ്സുകൾ നോക്കാതെ ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ആൻസറിലോട്ട് എത്തുന്ന ഒരു രീതി, ആൻസർ എത്തി കഴിഞ്ഞിട്ട് ചോയ്സുകൾ നോക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെ പലവിധ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അധ്യാപകരും കോർഡിനേറ്റേഴ്സും ഡയറക്ടേഴ്സും പറയുന്ന കാര്യങ്ങൾ അത് സമാധാനത്തോടെ കേൾക്കുക, അത് ഈ മോഡലുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതുക. അപ്പം നമുക്ക് പല കുട്ടികളും നമുക്കറിയാം റിപ്പീറ്റേഴ്സിനകത്ത് ഇപ്പം കുറച്ചും കൂടെ എനിക്ക് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ്, എൻ്റെ വീടിന് അടുത്തുള്ള സെൻറ്ററുകളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നത് എനിക്ക് എളുപ്പമാണ്, അല്ലെങ്കിൽ പാലായിലോട്ട് വന്നിരുന്ന് പരീക്ഷ എഴുതുന്നത് നല്ലതാണ്. നമുക്ക് വേണ്ടത് മെയ് 5-ാം തീയതി ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതണം, സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ പഠിക്കാനുള്ളൊരു അന്തരീക്ഷം വേണം. അതിന് സാറുമാരുമായിട്ടോ രക്ഷകർത്താക്കളുമായിട്ട് ചോദിക്കുക. കുട്ടികളൊരു തീരുമാനത്തിലെത്തരുത്. കുട്ടികൾ പറയും എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സാറിന് 24 മണിക്കൂറിൽ എനിക്ക് 20 മണിക്കൂർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത്രയോ സമയമില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഒരിക്കലും വീട്ടിലിരുന്നുള്ളൊരു പഠനം ഇപ്പോൾ ഓൺലൈനായിട്ട് തുടരുവാണെങ്കിൽ ശരിയായിരിക്കാം, അവരത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദിവസം ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞിട്ട് ഇനി വീടുകളിലോട്ട് മടങ്ങിയാൽ, കാരണം ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുന്ന കാണുമ്പോഴാണ് നമുക്കും പഠിക്കണമെന്നും കൂടുതൽ പഠിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എല്ലാവർക്കും മനസ്സിലാവുക. അതുകൊണ്ട് ഇതുവരെ പഠിച്ച രീതികൾ മാറാതെ, ആ അന്തരീക്ഷം മാറാതെ അവിടെ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുവാൻ, പരീക്ഷകളെ സ്നേഹിക്കുവാൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. മെയ് 5-ാം തീയതി വരുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതിന് അപ്പോൾ വ്യക്തമായ തീരുമാനം എടുക്കാനുള്ള ഒരു പ്രാപ്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവരെല്ലാം 18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സൊക്കെ ആയവരാണ്. ഒരു റിസൾട്ട് എത്ര വന്നാട്ടെ 500 മാർക്കാണ് കിട്ടിയത്, എന്താണ് ഞാൻ യുക്തപരമായിട്ട് തീരുമാനം എടുക്കണം എന്നുള്ളത് അവനവന് ചിന്തിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതിനെ വിശ്വസിക്കുക. പക്ഷേ അതുവരെയുള്ള ഡ്യൂട്ടി നമ്മൾ ചെയ്യാനുള്ളൊരു ജോലിയുണ്ട്. നമ്മളൊരു 15 മണിക്കൂർ ചെയ്യണമെങ്കിൽ, അതായത് 20 ലക്ഷം പേരിൽ നിന്ന് 25,000-ോട്ട് വരുമ്പോൾ എടുക്കേണ്ട ഒരു എഫേർട്ട്, ഒരു ജോലിയുണ്ട്. അതെടുക്കാൻ എല്ലാവരും തയ്യാറാവണം. അതെടുക്കാതെ, ആ ഒരു എഫേർട്ട് എടുക്കാതെ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കുകൾക്ക്, അതിന് അപ്പോഴും നമുക്ക് മാർക്കുകൾ കിട്ടിയേക്കാം, പക്ഷേ ആ മാർക്കിൽ നമ്മൾ ഒരിക്കലും തൃപ്തരായിരിക്കില്ല. നേരെ മറിച്ച് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ശേഷം എത്ര മാർക്ക് കിട്ടിക്കോട്ടെ അതിനെ ഈ സമൂഹം അംഗീകരിക്കുകയും ചെയ്യും. അതിലൂടെ കിട്ടുന്ന ഏത് കോഴ്സുകൾക്കും നമ്മുടെ ജീവിതത്തിൽ അതിനുകൊണ്ട് ഗുണവും ഉണ്ടാകും. അപ്പം സിസ്റ്റമാറ്റിക്കായിട്ട്
ബ്രില്യൻറ്റിൻ്റെ എല്ലാ അധ്യാപകർ പറയുന്നതും അനധ്യാപകർ പറയുന്നതും എല്ലാവരോടും പോയി ഉപദേശം ചോദിക്കാനുള്ളതല്ല. അവർ പരീക്ഷയ്ക്ക് മുമ്പായിട്ടും അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ, സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുട്ടികൾ തയ്യാറാവണം. നിങ്ങൾ ഏത് മാർക്ക് നിൽക്കട്ടെ, 100 മാർക്ക് അല്ലെ 180 മാർക്ക് നിൽക്കുന്ന കുട്ടിയാവട്ടെ, ഇനി ഒരു ദിവസം 3 മോഡലുകൾ എഴുതാൻ തയ്യാറാവുകയാണെങ്കിൽ, കാരണം നീറ്റാണ്, കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കോളൂ, ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു ഡിഫിക്കൽട്ടി ലെവലിലോ JEE മെയിൻ ലെവലിലോട്ടോ JEE അഡ്വാൻസ് ലെവലിലോട്ടോ പോയിട്ടില്ല. നീറ്റിൻ്റെ ആ ലെവൽ എപ്പോഴും ഒരു ഗ്യാരണ്ടീഡ് ആണ്. അപ്പം ആ പരീക്ഷ ഏറ്റവും നന്നായിട്ട് എഴുതാനുള്ള അന്തരീക്ഷം ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്ന മാർക്ക് എത്രയും ആവട്ടെ അത് വിശ്വസിക്കുക. അതാണ് ഏറ്റവും പ്രധാനം, വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് കുട്ടികൾ ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പീറ്റേഴ്സ് ചെയ്യേണ്ടത് പരീക്ഷകളിലൂടെ, കാരണം തിയറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, കാരണം +1 +2 സമയത്ത് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 6-7 മാസക്കാലം നിങ്ങൾ തിയറി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇപ്പം പലരും പറയുന്നത് എനിക്ക് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, സബ്ജക്റ്റുകൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പം ആ സബ്ജക്റ്റ് പഠിത്തം പരീക്ഷയിലൂടെ ആവട്ടെ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എനിക്ക് അറിയില്ല, അല്ല എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി അറിയില്ല, റിയാക്ഷൻ മെക്കാനിക്സ് അറിയില്ല, റിയാക്ഷൻ മെക്കാനിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്നും ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം കാണിച്ചേ. ഓരോ 30 ക്വസ്റ്റ്യൻ റിയാക്ഷൻ മെക്കാനിസം അടുപ്പിച്ചൊരു 10 ദിവസം പല ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് കാണിക്കുക. ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ 2 എണ്ണേ ശരിയാവുള്ളൂ, 28 എണ്ണം തെറ്റിപ്പോകും. ആ 28 എണ്ണം പഠിക്കുക, എന്താണ് ആൻസർ എന്ന് പഠിക്കുക. പിറ്റേ ദിവസം വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുക, അപ്പോൾ നമുക്ക് 5 എണ്ണം ശരിയാകും. നമ്മളൊരു 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ചെയ്യുക. അപ്പം നമുക്കറിയാം നമ്മൾ ഒരേ വീണ്ടും ആവർത്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു ടഫുള്ള ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കുക. അങ്ങനെ പരീക്ഷകളിലൂടെ ചാപ്റ്റർ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമുക്കൊരു ചാപ്റ്റർ ടഫാണെന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക, ഏത് പാറ്റേണിലാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട് മാത്രമാണ് നീറ്റ് എക്സാം പോയിരിക്കുന്നത്. ആ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഏറ്റവും ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ടുള്ളത് തെറ്റിക്കുകയല്ല എന്നുള്ളത്, അങ്ങനെ ഒരു ശബ്ദമൊന്നും വേണ്ട, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരും പരീക്ഷയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നതെന്നറിയോ? ഇന്ന് എന്ത് വന്നാലും സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ തെറ്റിക്കുകയല്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് അങ്ങ് പരീക്ഷ എഴുതാൻ തുടങ്ങും. എന്നിട്ട് അനാവശ്യമായ ഒരു ഒരു ഫോഴ്സ് നമ്മളെ ഓരോ ക്വസ്റ്റ്യനിലും കൊടുക്കും. ഓരോ വാക്കുകളും വായിക്കുമ്പോൾ തെറ്റിക്കരുതെന്ന് കൊടുക്കും. അതിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് അത് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, പിന്നെയും വായിക്കുക, ചോയ്സ് നോക്കാതെ തന്നെ ആൻസറിൽ എത്താൻ നോക്കുക. എന്നിട്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് ചോയ്സിലോട്ട് നോക്കുക. സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ. ടഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ചോയ്സ് നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും ബെറ്റർ ഉള്ള ചോയ്സ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. റിപ്പീറ്റേഴ്സിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള 3 മാസങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഓരോരുത്തർക്കും തൻ്റെതായ കഴിവുകൾക്കനുസരിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ 2024 നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. സാർ, ഇപ്പോൾ റിപ്പീറ്റേഴ്സ് എങ്ങനെ ഈ ഒരു ഫൈനൽ ലാപ്പിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സാർ ഇപ്പോൾ പരാമർശിക്കുകയുണ്ടായി. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് +1 +2 തന്നെ എൻട്രൻസ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ശതമാനം പേര്, മൊത്തം 20 ലക്ഷം പേരിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60-65% +1 +2 തന്നെ നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികളാണ്. അതെ. അപ്പോൾ സാർ, ആ ഒരു കുട്ടികൾ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അടുത്ത് ബോർഡ് എക്സാം വരുന്നു. അതിനുശേഷം ഉടനെ തന്നെയാണ് നമ്മുടെ നീറ്റ് എക്സാം വരുന്നത്. അപ്പോൾ അവർ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം? അപ്പോൾ അവർ കുറച്ചുകൂടെ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന പോലെ തന്നെ അവരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് എന്താണ് അതിനെക്കുറിച്ച്, ആ കുട്ടികളോട് എന്താണ് പറയാൻ? കാരണം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മുടെ അച്ഛനമ്മമാർക്കാണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? +2 എത്ര മാർക്ക് കിട്ടിയെന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും +1 +2 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹം നീറ്റിന് വേണ്ടിയിട്ട് വളരെ റെസിഡൻഷ്യലായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം +2 എത്ര മാർക്ക് കിട്ടിയെന്ന് തന്നെയായിരിക്കും. അപ്പം അയാളുടെ ഫോക്കസ് എപ്പോഴും എന്തിനായിരിക്കും? +2 മാർക്ക് എനിക്ക് എന്താണേലും കിട്ടിയിരിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രീ പ്ലാൻഡ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമ്മൾ രണ്ടും ഒരേ സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കുന്നത്, ഒരേ രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്. എൻട്രൻസിന് വേണ്ടിയിട്ട് നമ്മൾ ലോജിക്ക് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ ഒരു ടൈമിൻ്റെ ഒരു വളരെ വ്യത്യാസമുണ്ട്. നമുക്ക് ടൈം അനുസരിച്ച് നമ്മൾ ആൻസറിലോട്ട് എത്താനായിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചോളം ബോർഡ് എക്സാം തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷെ ആ ബോർഡ് എക്സാമിന് പഠിക്കുമ്പം, ഇപ്പോൾ ഫിസിക്സ് ആണ് പഠിക്കുന്നത് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ് പഠിക്കുന്നതെങ്കിൽ, ഒരു ചാപ്റ്റർ പഠിക്കുമ്പം അതിൻ്റെ നമ്മുടെ ഒബ്ജക്റ്റീവായിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട്.
ഓക്കെ. ഇവർക്ക് 30% അല്ലെ 40% ബോർഡ് എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതെ. അവിടെ നമുക്ക് ടൈം നോക്കേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. നമുക്ക് ബോർഡ് എക്സാമിന് അത്ര ടൈമിന് പ്രശ്നമില്ല, കാരണം ധാരാളം സമയം കിട്ടും. പക്ഷേ എൻട്രൻസിന് സമയമുണ്ട്. അപ്പം ബോർഡ് എക്സാം ഫോക്കസ് ചെയ്യുന്ന ഒരാൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന ചാപ്റ്ററുകളുടെ ഒബ്ജക്റ്റീവ് നോക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മെയ് 5 എൻട്രൻസിനും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിർബന്ധമായിട്ടും എൻട്രൻസിനെ ഒഴിവാക്കി ഇനി ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല. ഒബ്ജക്റ്റീവുകൾ നമ്മൾ ഡെയിലി നോക്കി പോകണം. ഡെയിലി നമ്മൾ മോഡൽ എക്സാമുകൾ, അപ്പം നമ്മൾ ഡെയിലി മോഡൽ എക്സാമുകൾ എഴുതുന്നുണ്ടെങ്കിൽ നമ്മളും ബോർഡ് എക്സാം എഴുതുകയല്ല ചെയ്യുന്നത്, ടെസ്റ്റ് പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടേണ്ടതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തന്നെ പഠിക്കുന്നു. പക്ഷേ ആ പഠിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് നിർബന്ധമായും നിങ്ങൾ നോക്കി അത് മനസ്സിലാക്കി അത് അതിൻ്റെ ആൻസറുകൾ കണ്ട് അതിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി NCERTയുടെ ബയോളജി അത് വായിക്കുക തന്നെ ചെയ്യണം. ബയോളജി നിർബന്ധമായിട്ടും ഒരു ചാപ്റ്ററിലെ 2 ചാപ്റ്റർ ഡെയിലി വായിച്ചിരിക്കണം. അങ്ങനെ വായിച്ച് നമ്മൾ എത്തണം. പക്ഷെ സാധാരണ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 2024 ഇവർ പയ്യെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് ബോർഡ് എക്സാമിന് ഇത് കിട്ടിയിട്ട് ഞാൻ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിടപ്പുണ്ടല്ലോ, ഈ വർഷം കിട്ടിയില്ലെങ്കിൽ എനിക്ക് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അത് വലിയ അബദ്ധമാണ്. നിങ്ങൾ ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരോട് ചോദിച്ചോളൂ, +1 +2 സമയത്ത് ഏറ്റവും നന്നായിട്ട് നീറ്റിന് തയ്യാറെടുത്ത് നമുക്കൊരു 400, 500, 550 മാർക്ക് കിട്ടിയിട്ട് ഇനി വേണമെങ്കിൽ ഒരു ഗവൺമെൻറ് സീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നതും 2024 ഉപേക്ഷയോടുകൂടി വിചാരിച്ച് ഒരു ചെറിയൊരു മാർക്ക് കിട്ടിയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന തീരുമാനവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നീറ്റ് 2024 25 ഏതിലൂടെയെങ്കിലും നിങ്ങൾക്ക് കയറാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഏറ്റവും നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് മെയ് 5 നീറ്റിനും തയ്യാറൊക്കെ എടുക്കണം നിങ്ങളുടെ കഴിവിൽ നിന്നുകൊണ്ട്. അപ്പം ബോർഡ് എക്സാമിൽ നിന്നുള്ള ഒരു കാരണവശാലും നിങ്ങൾ ബോർഡ് എക്സാമിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ടതില്ല. പക്ഷേ ഒബ്ജക്റ്റീവിനെ ഒഴിവാക്കിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും മാർക്ക് കുറയും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ 2024 നിങ്ങൾ ഒഴിവാക്കും. എന്നിട്ട് 2025 വേണ്ടിയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനം ഇപ്പോഴേ എടുക്കും. പാടെ നിങ്ങൾ ഒഴിവാക്കും. അവധിക്കാലങ്ങൾ മുഴുവൻ നിങ്ങൾ ആ രീതിയിൽ ചെലവഴിക്കും. പിന്നെ നിങ്ങൾ 2025 വേണ്ടിയിട്ട് 4 ഇരട്ടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ വരുന്ന 2-3 മാസക്കാലം ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ NCERTയിലൂടെയും ഒബ്ജക്റ്റീവ് സ്റ്റഡിയിലൂടെയും നിങ്ങൾ കടന്നു പോകണം. ഏറ്റവും നല്ല റിസൾട്ട് 2024 എടുത്താൽ മാത്രമേ നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശിവൻ സാർ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം 2023 എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി 2022 ഓരോ വർഷവും കൂടി വരികയാണ്. അപ്പോൾ അതിൽ ഭൂരിഭാഗവും എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കണം അല്ലേ? അത് തന്നെ തീർച്ചയായിട്ടും. അതായത് നമുക്കറിയാം ഈ +1 +2 തന്നെ ഈ എൻട്രൻസും കൂടെ കൊണ്ടുപോകാൻ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. കാരണം സ്കൂളിന്റെ ശ്രദ്ധ കുറയുമോ, കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരുമോ, കൂടുതൽ ലോഡാണോ എടുക്കുന്നത്, ഇത്ര അനാവശ്യമായ ലോഡ് എടുക്കേണ്ട കാര്യമുണ്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാനൊക്കെയുള്ള അവസരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ പരീക്ഷകളെ കാണുന്ന കൂടുതൽ ഭൂരിഭാഗം പേരുമുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നീറ്റ് എന്ന് പറയുന്ന എക്സാം സിമ്പിൾ ആയിരിക്കാം, പക്ഷേ ഇന്ന് ലോകത്തിൽ ഒരൊറ്റ ദിവസം ഓഫ്ലൈനായിട്ട് നടക്കുന്ന ഏറ്റവും അധികം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് എക്സാം. ഓരോ വർഷവും 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം പേര് കൂടുതലാണ് നീറ്റ് എക്സാം എഴുതുന്നത്. നീറ്റ് എക്സാമിന്റെ സിമ്പിൾ ആണ് എന്നുള്ളതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതൽ എഴുതുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ എഴുതുന്നവരുടെ എല്ലാവരുടെയും ഓപ്ഷൻ, അവരുടെ ആഗ്രഹം ഒരേ കോളേജുകളും ഒരേ രീതിയാണ്. എഞ്ചിനീയറിംഗിന് നമുക്ക് നിരവധി സാധ്യതകളും നിരവധി കോളേജും നിരവധി കോഴ്സുകളും ഉണ്ടെങ്കിൽ മെഡിക്കൽ എക്സാം എഴുതുന്ന എല്ലാവരുടെയും ആഗ്രഹം പരിമിതമായ ഗവൺമെൻറ് സീറ്റുകളും അതിൽ തന്നെ പ്രീമിയർ ആയിട്ടുള്ള എയിംസ്, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളും അതുപോലെയുള്ള MBBS ആഗ്രഹത്തിൽ തന്നെയാണ് എല്ലാവരും എഴുതുന്ന എല്ലാവരുടെയും ആഗ്രഹം ഒരേ ഓപ്ഷനിലൂടെ ആയി പോകുമ്പം നമുക്ക് ഒരു മാർക്ക് പോലും നമ്മുടെ സാധ്യതകൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വളരെ ലാഘവത്തോടുകൂടി നമ്മൾ നീറ്റ് എക്സാമിനെ കാണുക അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ കാണുകയും ചെയ്യുമ്പോഴുള്ള ഒരു അപകടമാണത്. അതുകൊണ്ട് 2024 ഇപ്പോൾ സാർ 3ാമത്തെ വിഭാഗം പറയുന്നത്, അതായത് ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്നുണ്ട്, ചിലര് നീറ്റ് എക്സാം എഴുതുന്നേ ഇല്ല, ഈ വർഷത്തെ എഴുതുന്നില്ല, കാരണം അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, റിപ്പീറ്റേ ചെയ്യുന്നുള്ളൂ.
ചിലർ 1-2 മാസത്തെയൊക്കെ ക്രാഷ് കോഴ്സിനൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിനൊന്നും പോകാതെ ജസ്റ്റ് പരീക്ഷയൊന്നും എഴുതി നോക്കുന്നുണ്ട്, എന്നിട്ട് അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ധാരാളം ഈ വർഷം ഇപ്പം മെഡിക്കലിൽ നിന്ന് ധാരാളം മറ്റനവധി കോഴ്സുകൾ, ഇപ്പോൾ BSc നേഴ്സിംഗ്, അതുപോലെ തന്നെ ധാരാളം മറ്റുള്ള പ്രോഗ്രാമുകളിലോട്ടൊക്കെ പ്രവേശനവുമുണ്ട്. ഈവൻ നമുക്ക് വിദേശത്ത് പോയിട്ടൊരു MBBS വേണമെന്നുണ്ടെങ്കിലും BSc നേഴ്സിംഗ് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ ഏതൊരു മെഡിക്കൽ പ്രൊഫഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വെച്ചിട്ട് CUET വഴിയുള്ളതും അഗ്രികൾച്ചർ വഴിയുള്ളതും നിരവധി സാധ്യതകൾ നിൽക്കുമ്പം ഏത് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ വർഷം എഴുതി ഇതെന്താണ് എക്സാം, ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റെവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പോലും എന്തിനാണ് കേരള മെഡിക്കലിൽ അപ്ലൈ ചെയ്യുന്നത്, എന്തിനാണ് കർണാടകത്തിൽ അപേക്ഷ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് ചോദിക്കുന്ന ഭൂരിഭാഗം പേരൻസും ഉണ്ട്. റിപ്പീറ്റ് ചെയ്യുവാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ പോലും ഓൺലൈൻ അപേക്ഷകൾ കൊടുക്കേണ്ട സൈറ്റുകളെ കുറിച്ചുള്ള അറിവില്ലായ്മ, ഫീസുകളെ കുറിച്ചുള്ള അറിവില്ലായ്മ, സീറ്റുകളെ കുറിച്ചുള്ള അറിവില്ലായ്മ, എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുമെന്നുള്ള അറിവില്ലായ്മ, അത് പാടില്ല. ഈ വർഷം നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ എല്ലാവരും കടന്നു പോയാൽ മാത്രമേ അടുത്ത വർഷമായിരിക്കാം ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ. നീറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ റിസർവേഷൻ ഉണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് കേരള മെഡിക്കലിന് അപേക്ഷ കൊടുക്കുന്നത്, എന്തിനാണ് കർണാടകത്തിൽ അപേക്ഷിക്കുന്നത്, എങ്ങനെയാണ് കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ അല്ലെ ഇന്ത്യയിലെ എവിടെയെങ്കിലും ഒരു സീറ്റുകൾ എത്തുന്നത്, ഇതിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ നിരവധിയായിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട് ഇതിന് പുറകിൽ. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് പഠിച്ചോ അതുപോലെ തന്നെയാണ് ആപ്ലിക്കേഷനും ഈ ഓപ്ഷൻ കൊടുക്കുന്നതും ഏറ്റവും അർഹതയുള്ളൊരു കോളേജിൽ പ്രവേശനം നേടുന്നതും. അതുകൊണ്ട് 2025 മാറ്റി വെച്ചിരിക്കുന്ന മെഡിക്കൽ എൻട്രൻസ് തന്നെ മാറ്റി വെച്ചിരിക്കുന്ന ധാരാളം കുട്ടികളോടും അവരുടെ രക്ഷകർത്താക്കളോടും ഈ വർഷം നിങ്ങൾ നന്നായിട്ട് നീറ്റ് എക്സാം എഴുതണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള എവിടെയെങ്കിലും ഒരു ക്രാഷ് കോഴ്സ് പഠിച്ച്, ഇന്നിടത്ത് പഠിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ബെർലിനിൽ തന്നെ നിങ്ങൾ ക്രാഷ് കോഴ്സ് പഠിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. വീടിനടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സാഹചര്യത്തിലും നിങ്ങളൊരു പ്രോഗ്രാമിന് പോയി പഠിക്കുക. കാരണം പലർക്കും ഈ റിപ്പീറ്റേഴ്സിൽ ഒന്ന് ചേരുമ്പോഴാണ് ഒരു ഒബ്ജക്റ്റീവിലോട്ട് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലോജിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, കൃത്യമായ ടൈമിനുള്ളിൽ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് എത്തിച്ചേരുന്ന ആ ഒരു ലോജിക്ക് ചിലപ്പം +2 ഫുൾ മാർക്കുള്ള കുട്ടിയായിരിക്കാം. പക്ഷെ ആ ഒബ്ജക്റ്റീവിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള, ആ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ ഉണ്ടായിരിക്കാം. അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇതെനിക്ക് പറ്റുന്നതാണോ, എത്ര സീറ്റുകളുണ്ട്, എത്ര ഫീസായിരിക്കും, എന്ത് റിസർവേഷനുണ്ട്, ഈ വർഷം എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകണം. അപ്പം എല്ലാവരും ഈ വർഷം ബോർഡ് എക്സാം എഴുതിയിട്ട് മെഡിക്കൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന എല്ലാവരും തങ്ങളുടെ ഏതെങ്കിലും ഒരു ബോർഡ് എക്സാമിന് ശേഷമാണെങ്കിൽ പോലും ഒരു പ്രോഗ്രാമിന് ചേർന്ന് എന്താണ് ഒബ്ജക്റ്റീവ് എക്സാം, എന്താണ് നീറ്റ് എക്സാം, എങ്ങനെയാണ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്നത്, എന്തുമാത്രം ആപ്ലിക്കേഷൻസ് ഉണ്ട്, എവിടെയൊക്കെ പ്രവേശനം കിട്ടും. ഇപ്പം നമ്മൾ പറഞ്ഞു നിരവധി പ്രവേശനം. BSc നേഴ്സിംഗ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുമാത്രം സാധ്യതകളാണ് കിടക്കുന്നത്. പഠിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഒബ്ജക്റ്റീവ് തന്നെയാണ്. നീറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, എയിംസ് BSc നേഴ്സിംഗിന്റെ പരീക്ഷയിൽ നിന്ന് കിട്ടുന്നുണ്ട്, മിലിറ്ററി നേഴ്സിംഗിന് പ്രവേശനം കിട്ടുന്നുണ്ട്. കേരളത്തിലെ, കർണാടകത്തിലെ, തമിഴ്നാട്ടിലെ നിരവധി, ഇപ്പം നമ്മുടെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ്, വെല്ലൂരിലെ നേഴ്സിംഗ്, നിരവധി സാധ്യതകളുണ്ട്. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ ബോർഡ് എക്സാമിന് ശേഷമാണെങ്കിൽ പോലും ഒരു ക്രാഷ് കോഴ്സ് പോലുള്ളൊരു കോഴ്സിന് പോയി ചേർന്ന് അവിടെ നമുക്ക് വീടിനടുത്തുനിന്നുള്ളൊന്ന് പോയി ചേർന്ന് പഠിച്ച് ഈ എല്ലാ ആപ്ലിക്കേഷനും ഒക്കെ കൊടുത്ത് എത്രത്തോളം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം 200 മാർക്കായിരിക്കും ഒരു കുട്ടി സാധാരണ പോയി പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും കൂടാതെ പോയി എഴുതുന്നു വിചാരിക്കുക, 200 കിട്ടുകയുള്ളെന്ന് വിചാരിക്കുക. 200 അല്ല, ക്രാഷിൽ നിന്ന് നമുക്കറിയാം നിരവധി റിസൾട്ടുകളുണ്ട്. എന്നാൽ ഈ 200 മാർക്ക് കിട്ടുകയുള്ളെന്ന് വിചാരിക്കുക. എന്നാൽ പോലും എനിക്കിനി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു അവയർനെസ് എങ്കിലും ഉണ്ടാകണമെങ്കിൽ ഈ വർഷം ഏറ്റവും സീരിയസ് ആയിട്ട് നീറ്റ് എക്സാം എഴുതണം. ഇല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനെടുക്കുന്ന തീരുമാനം വൈകിയാണെങ്കിൽ പോലും നമുക്ക് തെറ്റിപ്പോയി എന്ന് തോന്നാം. അനാവശ്യമായി ഒരു വർഷം കുറേയധികം പൈസ, കുറേയധികം ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസം ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്നവരും അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും നിങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും തീരുമാനിക്കണം. തീരുമാനിച്ച് എല്ലാ ആപ്ലിക്കേഷൻസും കൊടുത്ത്
കൃത്യമായ ഈ അവധിക്കാലം വെറുതെ കളയാതെ, ബോർഡ് എക്സാമിന് ശേഷമുള്ള അവധിക്കാലം വെറുതെ കളയാതെ കൃത്യമായ പ്ലാനോടുകൂടി അവധികൾ ആഘോഷിക്കപ്പെടാനുള്ളത് തന്നെയാണ്. അപ്പം ആ അവധി ആഘോഷിക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് ഒരു സെക്കൻഡിൽ നാം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത് കൃത്യമായൊരു പ്ലാനോടുകൂടി തന്നെ മുമ്പോട്ട് പോയാൽ മെഡിക്കൽ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇന്ന കോഴ്സൊന്നുമില്ല, ധാരാളം കോഴ്സുകളുണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിലൂടെയും ഐസറിലൂടെയും നൈസറിലൂടെയും IISc ബാംഗ്ലൂരിലൂടെയും ബിറ്റ്സാറ്റിലൂടെയും എവിടെ വേണമെങ്കിലും ഒരു ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാം. അതിനെടുക്കേണ്ട ഒരു എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ മാത്രം. സാർ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെയുള്ള ഒരു സംശയമാണ്. ഇപ്പോൾ 20 ലക്ഷം പേര് നീറ്റ് എഴുതുന്നുണ്ട്, അതിൽ എത്ര പേര് ക്വാളിഫൈഡ് ആവുന്നുണ്ട്, അതുപോലെ കേരളത്തിൽ എത്ര പേര് എഴുതുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഒരു സംശയത്തിനുള്ളിൽ. തീർച്ചയായിട്ടും നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ആ കണക്ക് 20 ലക്ഷം അല്ല 20 ലക്ഷത്തിന് മുകളിൽ നിന്നുള്ളത് നമ്മൾ ഉയർത്തി പറയാറുണ്ടെങ്കിലും അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയാറില്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 23 ലക്ഷത്തോളം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നെങ്കിലും എക്സാം എഴുതിയത് 20,80,000 പേരാണ് നീറ്റ് എക്സാം എഴുതിയത്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരൊറ്റ ദിവസം നടക്കുന്ന ഓഫ്ലൈൻ എക്സാം ആണല്ലോ നീറ്റ് എക്സാം. അതിൽ നീറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ MBBSനും BDSനും നിശ്ചിത മാർക്ക്, നിശ്ചിത പേഴ്സൻറ്റേജ് സ്കോർ കിട്ടിയാൽ മാത്രമേ നീറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറയത്തുള്ളൂ. അത് MBBSനും BDSനും മാത്രമാണ് ബാധകം. ഇന്ത്യയിലോ വിദേശത്തോ പോയി MBBS BDS ഗവൺമെൻറ് കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ NRI കോട്ടയിലോ ഏത് രീതിയിൽ MBBSൻ്റെയോ BDSൻ്റെയോ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്യണം. ജനറൽ വിഭാഗമാണെങ്കിൽ മൊത്തം എക്സാം എഴുതുന്നവരിൽ പകുതി ആൾക്കാരെയാണ് ക്വാളിഫൈ ചെയ്യിക്കുന്നത്. ആ പകുതി എന്ന് പറയുന്നത് 50% സ്കോർ. 20 ലക്ഷം പേര് എഴുതിയാൽ 10 ലക്ഷം പേര് ക്വാളിഫൈ ചെയ്യുന്ന മാർക്ക് കിട്ടിയ മാർക്കിനെയാണ് ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 137 മാർക്കായിരുന്നു. 720-ൽ 137 മാർക്ക് കിട്ടിയാൽ MBBS BDS പഠിക്കാനുള്ള അർഹതയായി. +2-നോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിന് 50% മാർക്കും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ MBBS പഠിക്കാനുള്ള അർഹതയായി. സീറ്റ് കിട്ടുമെന്നല്ല, അവർക്ക് ഡീംഡ് കോളേജോ NRI സീറ്റോ മാനേജ്മെന്റ് സീറ്റോ ഏതെങ്കിലും എടുത്ത് പഠിക്കാനുള്ള യോഗ്യതയായി. OBC, SC, ST, PWD ഒക്കെ വിഭാഗമാണെങ്കിൽ 40%. അതായത് മൊത്തം എക്സാം എഴുതുന്നതിൽ 60% ആൾക്കാർ എത്രയാണോ സ്കോർ നേടിയത്, കഴിഞ്ഞ തവണ 110 മാർക്കായിരുന്നു, ആ മാർക്ക് ഉണ്ടെങ്കിൽ MBBS അല്ലെങ്കിൽ BDS പഠിക്കാനുള്ള അർഹതയായി. കേരളത്തിൽ ഏതാണ്ട് 1.25 ലക്ഷത്തോളം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു മെഡിക്കലിന് വേണ്ടിയിട്ട് നീറ്റ് അപ്ലൈ ചെയ്തു. കാരണം കേരളത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷ നീറ്റാ, പക്ഷെ അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പൊ കേരളത്തിൽ പരീക്ഷയുണ്ടോ? മെഡിക്കൽ വിഭാഗത്തിൽ കേരളത്തിൽ പരീക്ഷയേ ഇല്ല. എഞ്ചിനീയറിംഗിന് പരീക്ഷയുണ്ട്, BPharmന് പരീക്ഷയുണ്ട്, BSc നേഴ്സിംഗിന് പരീക്ഷയുണ്ട്. പക്ഷെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കേരളത്തിൽ പരീക്ഷയില്ല. പക്ഷെ കേരളത്തിൽ എല്ലാവരും അപേക്ഷിക്കണം. എന്നിട്ട് നീറ്റിന്റെ മാർക്ക് വന്നു കഴിയുമ്പോൾ ആ മാർക്ക് എടുത്ത് കേരളത്തിൽ ആഡ് ചെയ്തിട്ടാണ് കേരള മെഡിക്കൽ റാങ്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം 1.25 ലക്ഷം പേരാണ് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ ഈ 130 മാർക്ക് കിട്ടിയവർ, അതായത് ക്വാളിഫൈ ചെയ്തവരെ ഏതാണ്ട് 60,000 പേരോളമാണ് ക്വാളിഫൈ ചെയ്തത്. പക്ഷെ അതിൽ ആഗ്രഹിച്ച് വേണ്ടിയിട്ട് ആ നീറ്റിന്റെ സ്കോറെല്ലാം ആഡ് ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയവര് 38,000 പേരേ ഉള്ളൂ. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഏതാണ്ട് 38,000 പേരോളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ നീറ്റ് എക്സാം എഴുതിയിട്ട് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തിട്ട് നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് കേരളത്തിന്റെ സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുത്താണ് ഈ മെഡിക്കൽ റാങ്ക് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ 38,000 പേരെ നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ MBBSും BDSും നമ്മൾ പറഞ്ഞു 50% സ്കോറിലെ 137 മാർക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞു. അത് മാറാം കേട്ടോ, എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറാം. എന്നാലും മിനിമം ഈ ഒരു റേഞ്ച് ഇൻ ബിറ്റ്വീൻ 110-150 മാർക്കിനിടയിൽ ആണ് സാധാരണ എല്ലാ വർഷവും ഈ 50% വരുന്നത്. ഒരിക്കലും അത് വലിയ കൂടിയിട്ടുമില്ല, താരണ കുറഞ്ഞു പോയിട്ടുമില്ല. ബാക്കിയുള്ള കോഴ്സുകൾ അഗ്രികൾച്ചറോ വെറ്റിനറിയോ BSc നേഴ്സിംഗോ അങ്ങനെയുള്ളവരൊന്നും ഈ ക്വാളിഫിക്കേഷൻ മാർക്കൊന്നില്ല. നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്താൽ മതിയാകും. അതിനനുസരിച്ച് എവിടെ വേണമെന്നുണ്ടെങ്കിൽ അർഹതയുണ്ടെങ്കിൽ പ്രവേശനം കിട്ടുകയും ചെയ്യും. നീറ്റ് 2024 അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും എത്ര കരുതലോടുകൂടി ആവണം നീറ്റ് 2024 സമീപിക്കേണ്ടത്? ഇത് വലിയൊരു ചോദ്യമായി നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ നിന്നൊരു കാര്യമാണ്. അതിന് കൃത്യമായ
വ്യക്തമായ മറുപടിയാണ് ശിവൻ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ സാറേ? തീർച്ചയായിട്ടും. കാരണം ഇനി നമ്മുടെ ഈ അപേക്ഷകളുടെ നീണ്ട നിര തന്നെ കിടക്കുകയാണ്. അതെ. അപ്പോൾ അത്തരത്തിൽ ആധികാരികമായി വിദ്യാർത്ഥികളും മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ യഥാസമയം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശിവൻ സാർ ഒപ്പമുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.